ഇന്ന് നമുക്കൊരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് പോയാലോ ഗൈസ്. ഞാൻ താമസിക്കുന്ന റൂമിന് തൊട്ടടുത്തുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. ഞാൻ വീക്കെൻഡുകളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുണ്ട്. കാരണം അവിടെ പോയി നിൽക്കുമ്പോൾ മൈൻഡൊക്കെ നല്ല റിലാക്സ് ആയിട്ട് നമുക്ക് നല്ലൊരു റിഫ്രഷോടെ തിരിച്ച് വരാൻ വേണ്ടിയിട്ട് പറ്റും. അത്ര നല്ല രസമാണ് കേട്ടോ ആ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. മസ്കറ്റിലെ റോഡുകൾ രാത്രിയായി കഴിയുമ്പോഴത്തേക്ക് ഇത്ര നല്ല വർണ്ണ മനോഹരമാകും എന്നുള്ള കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ പലരുടെ വീഡിയോയിലും എൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അത്ര നല്ല രസമാണ് കേട്ടോ രാത്രി ആയി കഴിഞ്ഞാൽ മസ്കറ്റ് റോഡൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഖന്താബ് എന്ന് പറയുന്ന ആ റൂട്ടാണ് ഈ ഒരു വ്യൂ പോയിന്റ് വരുന്നത്. ഈ വ്യൂ പോയിന്റ് അൽബുസ്താൻ വ്യൂ പോയിന്റ് എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. ഈ ഒരു ഹൈറ്റ് കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെയാണ്. അധികം ദൂരമൊന്നും നമ്മൾ സഞ്ചരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഹൈറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും നല്ലൊരു വ്യൂ കിട്ടും. കാരണം അത്രയും ഹൈറ്റിലാണ് ഈ ഒരു സംഭവം സ്ഥിതി ചെയ്യുന്നത്. മുന്നേ ഇത്രയും ലൈറ്റും കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് ഇത് ഇത്രയും വിപുലീകരിച്ചിട്ട് ലൈറ്റും കാര്യങ്ങളും ഒക്കെ വെച്ച്. ഇത്രയും ആൾക്കാരും ഇവിടെ ഉണ്ടായിരുന്നില്ല ആദ്യമൊന്നും. ഇപ്പോൾ ഒരുപാട് ആൾക്കാരാണ്. വീക്കെൻഡൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാരെ ഒരു എന്താ പറയുക, ആൾക്കാർ തിരക്ക് തന്നെയാണ് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഒരുപാട് ലക്ഷറീസ് ആയിട്ടുള്ള വണ്ടികളും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. വീക്കെൻഡ് ആയിക്കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം ഫുഡും കാര്യങ്ങളും പിന്നെ പാട്ടൊക്കെ വെച്ചിട്ട് ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് ഇവിടെ. ഇങ്ങനെ എന്താ പറയുക, ഈ ഒരു കയറൊക്കെ വെച്ച് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും പണ്ടുണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു ഇളം കാറ്റൊക്കെ അടിക്കും. പിന്നെ നമ്മുടെ മസ്കറ്റിൻ്റെ പാർലമെൻറ്റൊക്കെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ. പിന്നെ നിങ്ങളിവിടെ വരുമ്പോൾ ശ്രദ്ധിക്കുക, മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ട്. നിങ്ങൾ സേഫായിട്ടൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരുപാട് പേര് ഇവിടെ ഉണ്ടെന്ന്. ഫാമിലി ആയിട്ടും കുഞ്ഞുങ്ങളായിട്ടും പിന്നെ ബാച്ചിലേഴ്സായിട്ടും ഒക്കെ വരുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. നല്ല സ്ഥലമാണ് കേട്ടോ.